ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഇന്നേ ദിനം തിരുസഭാ മാതാവ് നമുക്കായി വിചിന്തനത്തിനായി നൽകുന്ന വചനഭാഗങ്ങൾ ഇവയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 15 വരെയും, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 24 മുതൽ 30 വരെയുമുള്ള തിരുവചനങ്ങൾ. അവിടെ 1-ാം വായനയിൽ കുഷ്ഠരോഗിയായ നാമാനെ നാം കാണുന്നുണ്ട്. അവന് എപ്രകാരം സൗഖ്യം ലഭിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നുണ്ട്. പ്രവാചകനായ ഏലീശായുടെ വാക്കുകൾ അവൻ ശ്രവിക്കാൻ സന്നദ്ധനാവുകയും അപ്രകാരം പ്രവാചകൻ നിർദ്ദേശിച്ച കാര്യം നിർവഹിക്കുകയും ചെയ്തപ്പോഴാണ് അവന് സൗഖ്യം ലഭിക്കുന്നത്. 7 തവണ ജോർദാൻ നദിയിൽ സ്നാനം ചെയ്യുവാനായിട്ട് പ്രവാചകൻ അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. അവൻ്റെ വാക്കുകൾ ആദ്യം നാമാൻ തിരസ്കരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ദാസൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് അപ്രകാരം ചെയ്യുവാനായിട്ട് ഇടയായതാണ് നാമാന് കുഷ്ഠരോഗത്തിന് സൗഖ്യം ലഭിക്കാനായിട്ട് ഇടയായത്. പ്രവാചകൻ എപ്പോഴും ദൈവത്തിൻ്റെ വചനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവനാണ്. അതിനുവേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അങ്ങനെ മനുഷ്യൻ്റെ മാനസാന്തരത്തിനും അവൻ്റെ നന്മയ്ക്കും വേണ്ടി ദൈവമയക്കുന്ന പ്രവാചകനും ദൈവത്തിൻ്റെ നിയമങ്ങൾ, ഈ നിയമത്തിൻ്റെയും പ്രവചനങ്ങളുടെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണമാണ് യേശുക്രിസ്തുവിൽ സംഭവിക്കുന്നത് എന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ നിയമങ്ങളുടെയും എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണമാണ് യേശുക്രിസ്തു. സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശുനാഥൻ തൻ്റെ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ ഏലീശ പ്രവാചകൻ്റെയും ഏലിയ പ്രവാചകൻ്റെയും അനുഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് യേശുനാഥൻ അവിടെ പറയുന്നുണ്ട്, ഒരു പ്രവാചകനും തൻ്റെ സ്വന്തം നാട്ടിൽ അംഗീകരിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അവമതിക്കപ്പെടുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് വചനം പറയുന്നുണ്ട്, അവരുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങളോ അടയാളങ്ങളോ പ്രവർത്തിക്കാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുന്നില്ല എന്ന്. അതിനേക്ക് കാരണം അവരുടെ വിശ്വാസരാഹിത്യം തന്നെയാണ്. സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ടുള്ളൊരു മനസ്സ്, അവനെ ദൈവമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അംഗീകരിക്കുവാനുള്ളൊരു മനസ്സ്, അതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. പഴയ നിയമത്തിലും അതോടൊപ്പം തന്നെ യേശുവിൻ്റെ കാലത്തും കുഷ്ഠരോഗം എന്നുള്ളത് ഒരു അടയാളമായിരുന്നു. അത് കേവലം ഒരു രോഗം മാത്രമല്ല, മറിച്ച് ഒരുവൻ്റെ ശാരീരികമോ ആത്മീയവുമായ അശുദ്ധിയെ അത് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രകാരം രോഗമുള്ളവരെ സമൂഹത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും തിരസ്കരിച്ചിരുന്നു. എപ്പോഴാണോ രോഗം മാറുന്നത് അപ്പോൾ മാത്രമാണ് സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കുമെല്ലാം തിരിച്ചു വരുവാനായിട്ട് അവർക്ക് അനുവാദമുണ്ടായിരുന്നത്. ചരിത്രത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ സമൂഹം തിരസ്കരിച്ചിരുന്നത്? ഒന്ന്, ഈ രോഗം പെട്ടെന്ന് പടർന്നു പന്തലിക്കുന്ന ഒന്നായിരുന്നു. സമൂഹത്തിലുള്ള മറ്റുള്ളവരെ ഈ ലോകത്തിൻ്റെ വ്യാപനത്തിൽ നിന്നും തടയുക, അവരെ രക്ഷിക്കുക. അതുകൂടാതെ തന്നെ സ്വയം ശുദ്ധീകരിക്കാനായിട്ടുള്ളൊരവസരം മറ്റൊരു വ്യക്തിക്ക്, ഈ രോഗം ബാധിച്ചിരുന്ന വ്യക്തിക്ക് ഒരുക്കുക. അതുകൂടാതെ തന്നെ സമൂഹത്തിൻ്റെ എല്ലാ വ്യക്തികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുക. ഇപ്രകാരം ഒരുവൻ്റെ മനസ്സും ശരീരവും അവൻ്റെ ഇച്ഛയും എല്ലാം ആത്മാവുമെല്ലാം തിരസ്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവനെ വീണ്ടും തിരികെ നേടുവാനായിട്ട് ദൈവം മനസ്സാകുന്നു. നമ്മുടെ ആത്മീയവും ശാരീരികവും മാനസികവും ആയ എല്ലാ കുറവുകളെയും എടുത്തു മാറ്റിക്കൊണ്ട് നമ്മുടെ അപ്രകാരമുള്ള കുഷ്ഠരോഗത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനായിട്ട് ദൈവം അയച്ച പ്രവാചകനാണ് യേശുനാഥൻ. പ്രവാചകന്മാരുടെയും നിയമത്തിൻ്റെയും പൂർത്തീകരണം, ദൈവത്തിൻ്റെ കരുണയുടെ
മൂർത്തി രൂപമാണ് യേശുനാഥൻ. ഈ യേശുവിനെയാണ് സുവിശേഷത്തിൽ അവർ തിരസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ തന്നെ ഉള്ളിൻ്റെ ഉള്ളുകളെ ഒന്ന് പരിശോധിക്കാം. എപ്പോഴെല്ലാമാണോ ഞാൻ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരസ്കരിക്കാനായിട്ടിടയായത്? എൻ്റെ വാക്കുകളിലൂടെ, എൻ്റെ പ്രവൃത്തികളിലൂടെ, എൻ്റെ ചിന്തകളിലൂടെ. അവിടെയെല്ലാം അവിടുത്തെ ഞാൻ അംഗീകരിക്കാതിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ സൗഖ്യം, അവിടുത്തെ കരുണ, അവിടുത്തെ സ്നേഹം എന്നിലേക്ക് എത്തുവാൻ ഇടയായില്ല. നമുക്ക് അനുതപിക്കാം. ഈ നോമ്പ് കാലത്ത്, ഈ തപസ് കാലത്ത് ഈശോയെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാനായിട്ടും അവൻ നൽകുന്ന സൗഖ്യം, സ്നേഹം, കരുണ എല്ലാം അനുഭവിച്ചറിഞ്ഞ് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ടും നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായ മാനസാന്തരം, ആത്മാർത്ഥമായ അനുതാപം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ നന്മകൾ ഒരിക്കൽ കൂടി നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.